ഒരിക്കൽ മഞ്ഞുമൂടിയ കൈലാസത്തിന് മുകളിൽ ദേവാദിദേവനായ മഹാദേവന്റെ കഴുത്തിൽ ആഭരണമായി ചുറ്റിയിരിക്കുകയായിരുന്നു നാഗരാജാവായ വാസുകി. ലോകം മുഴുവൻ വണങ്ങുന്ന മഹാദേവന്റെ സാന്നിധ്യം വാസുകിക്ക് വലിയൊരു പദവിയായിരുന്നു. ദിവസവും ലക്ഷക്കണക്കിന് ഭക്തർ കൈലാസത്തിലെത്തും. അവർ മഹാദേവന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുമ്പോൾ തന്റെ തൊട്ടു താഴെ നിൽക്കുന്നവരെ നോക്കി വാസുകി ഉള്ളിൽ ചിരിച്ചു. ക്രമേണ വാസുകിയുടെ ചിന്ത മാറി. നോക്കൂ, മുനിമാരും ദേവന്മാരും പോലും ഭക്തിയോടെ വണങ്ങുന്നത് എന്നെയാണല്ലോ, അപ്പോൾ ഞാനല്ലേ ഈ ലോകത്തിലെ ഏറ്റവും വലിയവൻ. ഈ ചിന്ത പതിയെ വാസുകിയുടെ ഉള്ളിൽ ഒരു അഹങ്കാരമായി വളർന്നു. അങ്ങനെ ഒരു ദിവസം വൈകുണ്ഠനാഥനായ മഹാവിഷ്ണു തന്റെ വാഹനമായ ഗരുഡന്റെ പുറത്തേറി കൈലാസത്തിൽ മഹാദേവനെ കാണാനായി എത്തി. നാഗങ്ങളുടെ നിത്യശത്രുവാണല്ലോ പക്ഷിരാജനായ ഗരുഡൻ. സാധാരണഗതിയിൽ ഗരുഡനെ കണ്ടാൽ വാസുകി ബഹുമാനം നൽകുന്നതാണ്. എന്നാൽ താൻ ഇരിക്കുന്നത് സാക്ഷാൽ മഹാദേവന്റെ കഴുത്തിലാണെന്ന ധൈര്യത്തിൽ വാസുകി ഗരുഡനെ പുച്ഛത്തോടെ നോക്കി ചോദിച്ചു, ഗരുഡ, വൈകുണ്ഠം വെടിഞ്ഞ് എന്ത് അത്യാഹിതത്തിനാണ് കൈലാസത്തിലേക്ക് ഇപ്പോൾ എത്തിയത്? എങ്ങനെ പോകുന്നു നിന്റെ ജീവിതം? സുഖം തന്നെയല്ലേ? വാസുകിയുടെ ചോദ്യത്തിലെ പരിഹാസം തിരിച്ചറിഞ്ഞ ഗരുഡൻ ശാന്തനായി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, വാസുകി, എല്ലാവരും അവരവർ ഇരിക്കേണ്ട സ്ഥാനത്തിരുന്നാൽ എല്ലാവർക്കും സുഖം തന്നെയായിരിക്കും. ഗരുഡന്റെ ആ വാക്കുകൾ ഒരു വലിയ സത്യമായിരുന്നു. വാസുകിക്ക് ആദരവ് ലഭിക്കുന്നത് അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം കൊണ്ടാണ്, അല്ലാതെ വാസുകിയുടെ കഴിവ് കൊണ്ടല്ല. ഈ അഹങ്കാരം കണ്ടുനിന്ന മഹാദേവന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അഹങ്കാരം ഉള്ളിൽ വെച്ചുകൊണ്ട് ആർക്കും എന്റെ അടുത്ത് സ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവൻ വാസുകിയെ തന്റെ കഴുത്തിൽ നിന്നും ദൂരേക്ക് വലിച്ചെറിഞ്ഞു. സ്ഥാനവും മാനവും നഷ്ടപ്പെട്ട് നിലത്ത് വീണ വാസുകി ഒരു സാധാരണ നാഗമായി മാറി. അപ്പോഴാണ് താൻ എത്രമാത്രം വിഡ്ഢിയായിരുന്നു എന്ന് വാസുകി തിരിച്ചറിഞ്ഞത്. മഹാദേവന്റെ സാന്നിധ്യം നഷ്ടമായതോർത്ത് ആ സർപ്പരാജൻ കൈലാസത്തിലൂടെ അങ്ങുമിങ്ങും അലയാൻ തുടങ്ങി. ആ സമയത്താണ് നാരദ മഹർഷി അവിടെ എത്തിയത്. വാസുകിയുടെ ദുഃഖം കണ്ട നാരദ മഹർഷി പറഞ്ഞു, വിഷമിക്കേണ്ട വാസുകി, നീ വിഘ്നങ്ങൾ അകറ്റുന്ന ഗണപതി ഭഗവാനെ ഭജിക്കൂ. നിന്റെ പശ്ചാത്താപം സത്യമാണെങ്കിൽ വിഘ്നേശ്വരൻ തന്നെ നിന്നെ സഹായിക്കും. വാസുകി മനമുരുകി ഗണേശ ഭഗവാനെ പ്രാർത്ഥിച്ചു, ഭഗവാനെ, എന്റെ അഹങ്കാരം നീങ്ങിയിരിക്കുന്നു. ഞാൻ വെറും ഒരു എളിയ ദാസൻ മാത്രമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് വാസുകി കരയാൻ തുടങ്ങി. വാസുകിയുടെ വിനയം കണ്ട ഗണപതി ഭഗവാൻ പ്രസന്നനായി. തുടർന്ന് ഗണപതി ഭഗവാൻ തന്റെ പിതാവായ മഹാദേവനോട് വാസുകിക്ക് വേണ്ടി അപേക്ഷിച്ചു. മകന്റെ വാക്കുകളും വാസുകിയുടെ പശ്ചാത്താപവും കണ്ട മഹാദേവൻ മനസ്സലിഞ്ഞ് വാസുകിക്ക് മാപ്പ് നൽകി. ഒരിക്കൽ കൂടി മഹാദേവൻ വാസുകിയെ തന്റെ കഴുത്തിലെ അലങ്കാരമായി സ്വീകരിച്ചു. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹിമ കണ്ട് ഒരിക്കലും അഹങ്കരിക്കരുത്. ആ സ്ഥാനം നമുക്ക് നൽകിയ ശക്തിയോട് എന്നും വിനയമുള്ളവനായിരിക്കണം. കാരണം ആധാരമില്ലാത്ത അഹങ്കാരത്തിന് അധികം ആയുസ് ഉണ്ടാവുകയില്ല. മഹാദേവന്റെയും വാസുകിയുടെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ഹർ ഹർ മഹാദേവ് ടൈപ്പ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്.